തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിധി ലഭിക്കുവാൻ ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലിയാൽ മതി. സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അനുഭവിക്കാനും സാധിക്കുന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന രൂപത്തിൽ ഓരോന്നും അതിൻ്റേതായ രൂപത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ, പ്രയോഗം അറിഞ്ഞു പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലമൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ചും സ്വാലിഹീങ്ങൾ, മഹാന്മാർ, അഇമ്മത്തുകൾ ഒരുപാട് പേജുകൾ എഴുതിയിട്ടുണ്ട്. അറബി ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായി കാണാവുന്നതാണ്. അതിൽ ഒരു ഇസ്മിനെക്കുറിച്ച് തന്നെ 16ഉം 17ഉം പേജുകൾ എഴുതിയതുണ്ട്. ആ ഇസ്മിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, അത് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്താം, ഏതെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത്, അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഒരു ദിവസം ചുരുങ്ങിയത് 1 തവണയെങ്കിലും 2 തവണയെങ്കിലും 3 തവണയെങ്കിലും ഓതാൻ സാധിക്കണം. അർത്ഥം ചുരുങ്ങിയ രൂപത്തിലെങ്കിലും ഓരോന്നിൻ്റെയും നാം മനസ്സിലാക്കണം. അങ്ങനെ അറിഞ്ഞ് അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും അവൻ്റെ ജീവിതത്തിൽ വലിയ കാവലാകും, വലിയ രക്ഷയാകും, വലിയ സലാമത്താകും. അതിന് കാരണമാകുന്ന ഓരോ ഇസ്മുകൾ അതിലുണ്ട്. രോഗം ശിഫയാകാനുള്ള ഇസ്മുണ്ട്, കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാനുള്ള ഇസ്മുകളുണ്ട്, മക്കൾ നന്നാവാനുള്ള ഇസ്മുകളുണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനുള്ള ഇസ്മുകളുണ്ട്, വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഇസ്മുകളുണ്ട്. ഇതൊക്കെ ഓരോ നിയ്യത്തിലും വെച്ച് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുപോലെയുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്തു. അവർക്കൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയിച്ചു കൊടുത്തു. ഇൻഷാ അല്ലാഹ് നമ്മളെ ഇൻ്റർവ്യൂവിന് വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗൃഹാന്തരീക്ഷത്തിൽ ആത്മീയതയോടുകൂടെ, തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ അവർക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ മതവും ഭൗതികമൊക്കെ പഠിപ്പിച്ച് നല്ല രൂപത്തിൽ അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ദർസ് വരുന്നത്. നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിനോടകം തന്നെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ നമ്മൾ അഡ്മിഷൻ കൊടുക്കുള്ളൂ. ഒരു നിശ്ചിത എണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നേരത്തെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് അറിയിക്കണം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവർ സഹായിച്ചാൽ വലിയ ഉപകാരമാകും. ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 50 പേരുടെയോ 20 പേരുടെയൊക്കെ നോമ്പ് തുറ നൽകാൻ സാധിച്ചാൽ വിശുദ്ധ റമളാനിൽ നമ്മൾ നൽകുന്ന ഏറ്റവും പുണ്യകരമായൊരു കർമ്മവും കൂടെയാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അതൊരു വലിയ ഗുണമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നൽകുക. നല്ല നിയ്യത്തോടു കൂടെ നൽകുക. ഒരുപാട് റമളാനിൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിക്കാനും എന്ത് നിയ്യത്താണോ നിയ്യത്ത് കരുതിയിട്ട് നല്ല നിയ്യത്തോടു കൂടെ നൽകുക. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് നല്ല റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ എന്ന് പറയുന്നത് അൽ ഹക്കം എന്ന് പറയുന്ന ഇസ്മാണ്. അൽ ഹക്കം എന്താണ്? ഈ അൽ ഹക്കം എന്ന് പറയുന്ന ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും സമ്പൂർണനായ വിധികർത്താവ് എന്ന് പറയുന്നത് അത് ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അവൻ്റെ വിധിക്കൊരു മാറ്റവുമില്ല, നിർണയത്തിന് ഭേദഗതിയില്ല. അള്ളാഹു എന്താണോ നിർണയിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കുക. വിധി എന്ന പദത്തിന് അറബി ഭാഷയിൽ ഹുക്മ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ ഖളായിൽ കിടക്കുന്ന വിഷയമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. നമുക്കെന്ത് സംഭവിക്കണം, നമ്മൾ ഏത് രൂപത്തിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുക, എല്ലാം അള്ളാഹുവിൻ്റെ ഖദർ ഖളാവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ രഹസ്യം നമുക്കറിയില്ല.
അങ്ങനെയാണ് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചത്. വസിറുൽ ഖദ്രി ലാ യഅരിഫുഹു ഇല്ലല്ലാഹു ലാ നബിയ്യുൻ വലാ മലക്കുൻ വലാ അഹദുൻ. അള്ളാഹുവിൻ്റെ ഖദ്ർ ഖലാവുമായി ബന്ധപ്പെട്ട രഹസ്യം അതെന്തുകൊണ്ടെങ്ങനെയായി? എന്തുകൊണ്ട് ഓനക്കൊന്നും കൊടുത്തില്ല? ഓന് രോഗങ്ങളൊന്നും ഓനക്കില്ലല്ലോ, ഓന് തീരെ നിസ്കരിക്കാത്ത ആളാണ്, ഞാൻ നല്ലോണം നിസ്കരിക്കുന്ന ആളാണ്, എന്നിട്ട് എനിക്ക് രോഗങ്ങളുണ്ടല്ലോ. ഇത്തരം ഖദർ ഖലാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ രഹസ്യം, അതിൻ്റെ നിഗൂഢത എന്താണെന്ന് നമുക്കറിയത്തില്ല. ലാ നബിയുൻ വലാ അഹദുൻ വലാ മലക്ക്, ആർക്കും അതറിയാൻ സാധിക്കൂല. അപ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്കതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും റബ്ബിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇസ്മ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ വിധികളുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ പല വിഷയങ്ങളിലും കേസുകളിലും മറ്റുമൊക്കെ അകപ്പെട്ടവരുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ ഇസ്മ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അൽ ഹക്കം എന്ന് പറയുന്ന ഈ വിശുദ്ധമായ നാമം നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് സ്വന്തം ശരീരത്തിനോട് നീതിയോടെ വർത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഭരണം നടത്തുന്നതിലാണെങ്കിലും തീരുമാനമെടുക്കുന്നതിലാണെങ്കിലും നീതി പുലർത്തുക, നിഷ്പക്ഷത പുലർത്തുക. നിഷ്പക്ഷമായിട്ടാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്, നീതിയോടുകൂടെയാണ് തീരുമാനമെടുക്കേണ്ടത്. അതെല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിൻ്റെ അകത്തളത്തിൽ, നമ്മുടെ മക്കൾക്കിടയിൽ, നമ്മുടെ ഭാര്യയ്ക്കിടയിൽ, നമ്മുടെ സഹോദരന്മാർക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, നമ്മൾ ഇടപെടുന്ന ഏത് മേഖലകളിലും ആദ്യമായി നമ്മുടെ സ്വന്തം ശരീരത്തോട് നീതി പുലർത്തണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും നീതിയോടുകൂടെ പെരുമാറുക. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നമ്മുടെ പെരുമാറ്റം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വളരെ അമൂല്യവും ഭദ്രവും നിക്ഷേപ പൊരുളുകളും അടങ്ങിയ അതിവിശിഷ്ടമായ നാമമാണ് യഥാർത്ഥത്തിലെ അൽ ഹക്കം എന്ന് പറയുന്നത്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 68 തവണ ഇത് ഉരുവിടുകയാണെങ്കിൽ ആളുകൾക്കിടയിൽ അവർക്കൊരു ഉയർന്ന സ്ഥാനം ലഭിക്കുകയും ഇത് പതിവാക്കി ചൊല്ലിയവൻ്റെ വാക്കുകളൊന്നും അവഗണിക്കപ്പെടുകയില്ല. അത് പ്രയോജനത്തിൽപ്പെടും, അത് ഉപകാരത്തിൽപ്പെടും. അതുകൊണ്ട് തന്നെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ ഇസ്മ പകർത്തിയാൽ വലിയ ഗുണം അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ആരും അവൻ്റെ വാക്കുകളെ തള്ളുകയില്ല, ആ വാക്കുകളൊക്കെ നടപ്പിൽ വരും എന്നുള്ളതാണ്. അധികാരികൾക്കും ന്യായാധിപന്മാർക്കും ഇത് കൂടുതൽ പ്രയോജനപ്രദമാണ്. ഈ ഇസ്മിൻ്റെ അക്ഷരസംഖ്യ പ്രകാരം ഇതിങ്ങനെ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന് വലിയ ഗുണങ്ങളുണ്ട്. അയാളുടെ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. എല്ലാ വിഷയങ്ങൾക്കും അയാളുടെ മുമ്പിൽ എല്ലാ വിഷയങ്ങളും കീഴ്പ്പെട്ട് അതിനൊക്കെ വിജയിച്ചടക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. വെള്ളിയാഴ്ച രാവിലെ ഉറങ്ങുന്ന സമയത്ത് ഉറക്കം വരുന്നത് വരെ ഈ ഇസ്മിന് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അവരുടെ ഹൃദയത്തിൽ ചില രഹസ്യപ്പൊരുളുകളും അള്ളാഹു നിക്ഷേപിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ ശത്രു മിത്രമായി തീരും. അവൻ്റെ ശത്രുക്കൾക്ക് അവനെതിരിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. അസൂയാലുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ ഗുണകാംക്ഷികളായി തീരും. എല്ലാ ഗുണങ്ങളും കരസ്ഥമാക്കാനും ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ മതി. ഇതിൻ്റെ പ്രധാന പ്രയോഗങ്ങളാണ് പറയുന്നത്. തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിധി ലഭിക്കുവാൻ ഈ ഇസ്മ ധാരാളമായി ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിലൊക്കെ എത്രയോ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ്. വലിയ ഫലം ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് ആളുകൾ കേസുകളിലൊക്കെ പെട്ടിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കളാകുന്ന നിങ്ങൾക്ക് ദുആ ചെയ്യാവുന്നതാണ്, അവരോട് ചൊല്ലാൻ വേണ്ടി പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കോടതിയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതിന് കീഴിലാണ് ഭൂമിയിലുള്ള സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാ കോടതിയും വരുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ വല്ലതും തീരുമാനിച്ചാൽ അത് നടപ്പിൽ വരുത്താൻ ബാധ്യസ്ഥരാണ് ഭൂമിയിലുള്ള കോടതികൾ. അപ്പോൾ അള്ളാഹു നമ്മളിത് ചൊല്ലിയ കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കാനുള്ള കോടതി തന്നെയല്ലേ നാട്ടുംപുറങ്ങളിലുള്ള കോടതികളൊക്കെ. അതുകൊണ്ട് ആ വിഷയത്തിൽ പേടിക്കേണ്ട. അള്ളാഹു തീരുമാനിച്ചതാണ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വരിക. നമ്മൾ ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അത്തരം കേസുകളൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആദ്യം ഫയൽ ചെയ്യുക. നമ്മൾ കേസുമായി ബന്ധപ്പെട്ട് വക്കീലിനെ കാണാൻ വേണ്ടി പോകുമ്പോഴൊക്കെ അവിടെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നാലല്ലേ കാര്യങ്ങൾ തർത്തീബാക്കുള്ളൂ. അത് അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങളാണ്. മനസ്സിലായോ? അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങൾ, ആ കാരണങ്ങളിലൂടെ
അള്ളാഹു പരിഹരിക്കും. അള്ളാഹുവിൻ്റെ കോടതിയിലും സമർപ്പിക്കുക. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ മക്കളുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുന്നു, വിവാഹം കഴിക്കുന്നുമില്ല, മക്കളുണ്ടാവോ? ഇല്ലല്ലോ. അത് അള്ളാഹ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അള്ളാഹു എല്ലാ കാര്യങ്ങളുടെയും എല്ലാം കഴിവുള്ളതല്ലേ. ഇവിടെ ചില ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒരു കാരണത്തിലൂടെ നൽകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ച് മക്കളുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുതന്നെയാണ് നമുക്ക് ഈ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിടത്തും പറയാനുള്ളത്. എന്നാൽ പിന്നെ അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ, എന്തിനാ വക്കീലിനോട് പറയുന്നത്? അതെ, വക്കീലിനോട് നമ്മൾ, അഡ്വക്കേറ്റിനോട് നമ്മൾ പറയുന്നതോടുകൂടെ തന്നെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം, വിവാഹം കഴിക്കുന്നത് പോലെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ കോടതിയിലും നമ്മൾ സമർപ്പിക്കണം. എന്നാൽ ആദ്യം അള്ളാഹുവിൻ്റെ കോടതിയിൽ സമർപ്പിക്കുക. ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറഞ്ഞാൽ ഹക്കം എന്ന് പറയുമ്പോൾ 8 നമുക്കറിയാം, കാഫ് 20, മീമ് 40, അങ്ങനെ ടോട്ടൽ 68. 68 അതിൻ്റെ അതത് എന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഖാദിമ് നമുക്ക് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.